നമസ്കാരം. USA വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രസിഡന്റ് ട്രംപിനെതിരെ യുക്രൈൻ മുൻ അംബാസിഡർ മേരി ഇവാനോവിച്ച്, യൂറോപ്യൻ യൂണിയൻ അംബാസിഡർ ഗോർഡൻ സാൻലൻ എന്നിവർ നൽകിയ നിർണായകരമായ വെളിപ്പെടുത്തലുകൾ പ്രസിഡന്റ് ട്രംപ് തന്റെ അധികാരം സ്വകാര്യമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന വാദത്തിന് കൂടുതൽ സാധുത നൽകിയിരിക്കുകയാണ്. യുക്രൈൻ നയതന്ത്ര ഓഫീസുകളിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ജോൺ ബൈഡന്റെ മകൻ യുക്രൈൻ ബന്ധത്തെ അന്വേഷിക്കുന്നതിന് യുക്രൈൻ പ്രസിഡന്റിന് മേൽ പ്രസിഡന്റ് ട്രംപും സ്വകാര്യ അഭിഭാഷകനായ റൂഡി ജൂലിയാനിയും സമ്മർദ്ദം ചെലുത്തിയതായി ഹൗസ് ഇന്റലിജൻസ് കമ്മിറ്റി മുമ്പാകെ മൊഴി നൽകിയിരിക്കുകയാണ്. ട്രംപിന്റെ സുഹൃത്തും ട്രംപ് നിയമിച്ച യൂറോപ്യൻ യൂണിയൻ അംബാസിഡറുമായ ഗോർഡൻ സാൻലൻ ആണ് ട്രംപിനും വൈറ്റ് ഹൗസിലെ പ്രമുഖർക്കും ഈ വിവരങ്ങൾ അറിയാമെന്ന് ഓരോരുത്തരുടെയും പേര് എടുത്തു പറഞ്ഞ് കമ്മിറ്റിയെ ഞെട്ടിച്ചത്. ഇതോടെ ഇന്റലിജൻസ് കമ്മിറ്റിക്ക് കൂടുതൽ പേരെ തെളിവെടുപ്പിനായി നോട്ടീസ് നൽകുന്നതിന് സൗകര്യം ഒരുക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ലഭിച്ച തെളിവുകൾ അടിസ്ഥാനമാക്കി പ്രസിഡന്റ് ട്രംപിനെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള പ്രമേയം സഭയിൽ അവതരിപ്പിക്കാനാണ് ഡെമോക്രാറ്റുകൾ നീങ്ങുന്നത്. ഡാക്ക വിഭാഗത്തിൽ അമേരിക്കയിൽ വസിക്കുന്ന 80,000 പേർ വിവിധ കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഒബാമ ഭരണകൂടമാണ് ചെറുപ്പത്തിൽ മാതാപിതാക്കളോടുകൂടി അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ കുട്ടികൾക്ക് ഗ്രീൻ കാർഡ് നൽകി പൗരത്വത്തിന് അനുവാദം നൽകുന്ന ഡാക്ക നിയമത്തിന് സാധുത നൽകിയത്. എന്നാൽ പ്രസിഡന്റ് ട്രംപ് ഭരണമേറ്റതിനു ശേഷം ഈ നിയമം പുതുക്കി നൽകാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ തീരുമാനത്തിനെതിരെ കൊടുത്ത കേസ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. എന്നാൽ അമേരിക്കൻ കോൺഗ്രസ് 1996 പാസാക്കിയ ഇമിഗ്രേഷൻ നിയമം അനുസരിച്ച് കുടിയേറ്റക്കാർ ഏതെങ്കിലും കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെട്ടാൽ അവർക്ക് അമേരിക്കയിൽ താമസിക്കുന്നതിനുള്ള അനുവാദം നഷ്ടപ്പെടുന്നതാണ്. ഇതോടെ ഡാക്കയിൽ ഉൾപ്പെട്ട ഇവർ കുറ്റക്കാരായി കണ്ടെത്തിയാൽ സുപ്രീം കോടതിയുടെ തീരുമാനം വരുന്നതിന് മുൻപ് തന്നെ നാടുകടത്തൽ നടപടിക്ക് വിധേയരാകേണ്ടി വരുന്നതാണ്. സ്മിത്സോണിയൻ പോർട്രേറ്റ് ഗാലറിയിൽ ആദ്യമായി ഒരു ഇന്ത്യൻ അമേരിക്കൻ വംശജയായ ഇന്ദിര നൂയിയുടെ ഛായാചിത്രം സ്ഥാപിച്ചു. ചടങ്ങിൽ മിഷേൽ ഒബാമ, ഹിലാരി ക്ലിന്റൺ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. സയൻസ്, കല, ഫാഷൻ, ബിസിനസ്, മീഡിയ എന്നീ രംഗങ്ങളിൽ ലോകോത്തര കഴിവ് തെളിയിച്ചവരുടെ ചിത്രങ്ങളാണ് സ്മിത്തോണിയൻ ഗാലറിയിൽ പ്രദർശിപ്പിക്കുന്നത്. ഇന്ദിര നൂയി പെപ്സി കമ്പനിയുടെ മുൻ CEO ആയിരുന്നു. 2018 ഇന്ദിര നൂയി കമ്പനിയിൽ നിന്നും വിരമിച്ചത്. ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നവരുടെ ക്യാമറകൾ അവർ അറിയാതെ തന്നെ ഹാക്കേഴ്സിനെ പ്രവർത്തിപ്പിക്കുവാനും വീഡിയോ റെക്കോർഡ് ചെയ്യുവാനും സാധിക്കുമെന്ന് കമ്പ്യൂട്ടർ വിദഗ്ധർ കണ്ടെത്തി. ചെക്ക് മാർക്സ് എന്ന സെക്യൂരിറ്റി കമ്പനിയാണ് വിവാദപരമായ ഈ വീഴ്ച കണ്ടെത്തിയത്. സാംസങ്, ഗൂഗിൾ തുടങ്ങി നിരവധി മില്യൺ ഫോണുകളെ ഈ വൈറസ് ബാധിച്ചിരിക്കാം എന്ന് സംശയിക്കുന്നു. എല്ലാ ആപ്ലിക്കേഷനുകളും ക്ലോസ് ചെയ്തു കഴിഞ്ഞാലും ഫോണിലുള്ള സെൻസർ ഉപഭോക്താവിൻ്റെ മുഖം ക്യാമറയുടെ അടുത്താണെന്ന് ഹാക്കേഴ്സിന് വിവരം നൽകുകയും ഹാക്കേഴ്സിന് ഫോണിന്റെ ക്യാമറ വിദൂരത്തു നിന്ന് പ്രവർത്തിപ്പിക്കുവാനും കഴിയുന്നതാണ്. ഹ്യൂസ്റ്റണിലെ ശ്രീനാരായണ ഗുരു മിഷന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി. ക്യാമ്പിൽ ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്ത നിരവധി പേർക്ക് സൗജന്യമായി വൈദ്യ പരിശോധനയും രക്തപരിശോധനയും ഫ്ലൂവിനുള്ള കുത്തിവയ്പും നൽകുകയുണ്ടായി. മിഷന്റെ ഈ 4ാമത്തെ മെഡിക്കൽ ക്യാമ്പിന് സംഘടനാ നേതാക്കൾ നേതൃത്വം നൽകി. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ശ്രീനാരായണ ഗുരു മിഷൻ USA ചാരിറ്റി പ്രോഗ്രാമിന് ഭാഗമാകാനായിട്ടാണ്. എനിക്കിവിടെ പങ്കുചേരാൻ സാധിച്ചത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓൾറെഡി ഇപ്പം ഏകദേശം ഒരു 100ഓളം പേഷ്യൻസ് ഇവിടെ വന്നിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്, തീർന്നിട്ടില്ല. ഒത്തിരി പേഷ്യൻസ് ഇനിയും വരാനുണ്ട്. ഇവിടെ പല പല സർവീസസും നടക്കുന്നുണ്ട്. ബ്ലഡ് ഡൊണേഷൻ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഫീമെയിൽസിനുള്ള പ്രത്യേകിച്ച് കെയർ, ഗൈനക്കോളജിസ്റ്റ് അവൈലബിൾ ആണ്, കാർഡിയോളജിസ്റ്റ് അവൈലബിൾ ആണ്, പൾമനറി, അങ്ങനെ പല സ്പെഷ്യലിസ്റ്റും ഇവിടെ വന്നിട്ട് അവരുടെ സർവീസസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു കൂട്ടായ്മയും നല്ലൊരു ദിവസമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. Good morning. So I'm Dr. Regina Pillai. I am a pulmonary critical care physician here in Clear Lake. This morning we're here with the Sreenarayana Guru Mission Houston chapter for this health fair.
Such a wonderful service that this chapter is doing for the community. We've had over 100 patients come through and more are coming. It's really nice to see our group, this group, get together to serve the community. Many services are going on here, including a blood drive, internal medicine, family medicine, women's health and men's health being discussed, and good free care for people around the community, and such a very humble service that this mission is doing. Thank you. So I'm Simon Sheth. I'm a cardiologist in the medical center. I work with a group called Texas Heart and Vascular Specialists. It's a group of 6 of us. We're very pleased and happy to be part of this health fair again this year. It's nice to see our community. It's nice to see our community out and assist in any way we can with blood pressure, chest pain, skipping heartbeats. There's a lot of risk factors in our community, so it's important that we try to mitigate those risks as much as possible. എൻ്റെ പേര് ലക്ഷ്മി ഗോപാലകൃഷ്ണൻ. ഞാൻ വെറ്ററൻസ് ഹോസ്പിറ്റലിൽ ഇൻറ്റേർണിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ ശ്രീനാരായണ ഗുരു മിഷൻ USA ഭാഗമായിട്ട് ഹെൽത്ത് ഫെയറിൽ ടേക്ക് പാർട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ്. വളരെ സന്തോഷം. Very important because it protects you, but it can also protect the people around you. This year, the CDC says the flu might be a lot worse than it was last year, so it's very important for everyone to get the flu shot before things start to kick in, so everyone is protected in your community. ശ്രീനാരായണ ഗുരു മിഷൻ 5ാം തവണയാണ് ഇവിടെ മെഡിക്കൽ ഫെയർ നടക്കുന്നത്. അതിൽ വന്ന് സഹകരിച്ചിട്ടുള്ള എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇതിൽ കോർഡിനേറ്റ് ചെയ്തിട്ട് രേഷ്മ വിനോദ്, അനിത മധുസൂദൻ, ജോളി മനോജ്, വീണ, എല്ലാവർക്കും നന്ദി പറയുന്നു. ശ്രീനാരായണ ഗുരു മിഷൻ എല്ലാ വർഷവും നടത്തിക്കൊണ്ടുവരുന്ന ഒരു ഹെൽത്ത് ഫെയർ ആണിത്. ഇത് ഇൻഷുറൻസ് ഉള്ളവരും ഇൻഷുറൻസ് ഇല്ലാത്തവർക്കും വേണ്ടി രണ്ട് ആളുകളെയും ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയുള്ള ഒരു ഹെൽത്ത് ഫെയർ ആണ്. അപ്പം തിങ്കൾ മുതൽ വെള്ളി വരെ ജോലി എടുക്കുന്നവർക്ക് ശനി ഞായർ ദിവസങ്ങളിൽ ആയിരിക്കും ഒരുപക്ഷെ ഒരു ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് പോകാനുള്ള അവസരം കിട്ടുന്നത്. അപ്പം എന്ന് കരുതി അവർ മാറ്റി വെക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇന്നിവിടെ എക്സ്പേർട്ട് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, പൾമണോളജിസ്റ്റ് ഉണ്ടായിരുന്നു, കാർഡിയോളജിസ്റ്റ്, ഇൻറ്റേർണൽ മെഡിസിൻ, അങ്ങനെ എല്ലാം കവർ ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് ഉണ്ടായി. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഫ്ലൂ ഷോട്ടും കൊടുത്തു. അപ്പം ഒരു എല്ലാ വർഷത്തെ പോലെ ഈ വർഷം മികച്ചതായ ഒരു ഹെൽത്ത് ഫെയർ സംഘടിപ്പിക്കാൻ ശ്രീനാരായണ ഗുരു മിഷന് കഴിഞ്ഞു. ഇവരെല്ലാവരും പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരു മിഷൻ്റെ പേരിൽ ഞങ്ങൾ 5ാമത്തെ തവണയാണ് ഈ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ ഇങ്ങനെ സംഘടിപ്പിക്കുന്നത്. ഇതിലെ എല്ലാ മെമ്പേഴ്സും ഇവിടെ വന്ന് എല്ലാ കുട്ടികളടക്കം എല്ലാവരും വന്ന് സഹകരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾക്ക്. പിന്നെ ഫ്ലൂ ഷോട്ടും ബ്ലഡ് ഡ്രൈവും അതിന് ഇച്ചിരി മോടി കൂട്ടുന്നുണ്ട്. ഞങ്ങളുടെ ഡോക്ടേഴ്സ് എല്ലാ വർഷവും ഞങ്ങൾക്ക് അവർ തന്നെയാണ് വരുന്നതും. ഈ വർഷം 4 പേരുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം 7 പേര്. അങ്ങനെ ഓരോ വർഷവും ഞങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് തിങ്സ് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അടുത്ത വർഷം ഇതിലും നന്നായിട്ട് നടത്തണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഹെൽത്ത് ഫെയർ സക്സസ് ആക്കുന്നതിന് വേണ്ടി സ്പോൺസർ ചെയ്ത എല്ലാ സ്പോൺസർമാർക്കും എൻ്റെ പേരിലും ശ്രീനാരായണ ഗുരു മിഷൻ്റെ പേരിലും പ്രത്യേകം നന്ദി. ലിറ്റററി സൊസൈറ്റി ഓഫ് നോർത്ത് അമേരിക്കയുടെ 11ാമത് നാഷണൽ കൺവെൻഷൻ ഡാലസ് ഡബിൾ ട്രീ ഹോട്ടലിൽ വെച്ച് നടത്തപ്പെട്ടു. സമ്മേളനം മുൻ DGP ശ്രീ ജേക്കബ് പുന്നൂസ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജോൺ മാത്യുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജോസ് ഓച്ചാലിൽ, ഏബ്രഹാം തെക്കേമുറി, MST നമ്പൂതിരി, ഷാജി ആനിത്തോട്ടം, IPCNA പ്രസിഡന്റ് ജോർജ് കാക്കനാട് എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറി ജോസൻ ജോർജ് സദസ്സിനെ സ്വാഗതം ചെയ്തു. സമ്മേളനത്തിന്റെ MC മീനു എലിസബത്ത് ആയിരുന്നു. സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് കേരള പിറവിയും ആഘോഷിക്കുകയുണ്ടായി. അമേരിക്കയിലെയും കാനഡയിലെയും നിരവധി സാഹിത്യകാരന്മാർ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുകയുണ്ടായി. സത്യസന്ധനും ജനപ്രിയനുമായ ഒരു പോലീസ് ഓഫീസർ എന്ന് കേരള ജനത ഒന്നടങ്കം ബഹുമാനിക്കുന്ന ശ്രീ ജേക്കബ് പുന്നു സാറിനെ നമുക്ക് നിറഞ്ഞ കയ്യടിയോടെ ഈ പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യാം. ഓരോരുത്തരോട് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കിൽ ഒറ്റ വാക്കിൽ പറയാനായിട്ടുള്ള ശ്രമമാണ്. ആദ്യമായിട്ട് നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ട്, മുഖ്യ അതിഥിയായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുൻ DGP ജേക്കബ് പുന്നു സാർ. ജേക്കബ് പുന്നു സാറിനെ സസ്നേഹം ലാനയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. മലയാള സാഹിത്യം തന്നെ എൻ്റെ വായനയിൽ ഞാനൊരു സാഹിത്യ കുറിച്ച് വലിയ കൈകാര്യം ചെയ്തിട്ടുള്ള ആളല്ല. പക്ഷെ എൻ്റെ പരിമിതമായ വായനയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ
ഈ മലയാള ഗദ്യ സാഹിത്യം എന്ന് പറയുന്ന സംഗതി, മലയാളത്തിലെ ഗദ്യ സാഹിത്യം എന്ന് പറയുന്ന സംഗതി പൂർണ്ണമായും ഒരു വൈദേശിക സംഭാവനയാണ്. ഇത് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ് എനിക്കറിയാം. പക്ഷെ സത്യത്തിൽ അതാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 19ാം നൂറ്റാണ്ടിന്റെ മലയാള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ, 19ാം നൂറ്റാണ്ടിലെ മലയാള കൃതികൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കൃതികളിലെല്ലാം നമ്മൾ കാണുന്നത് ഗദ്യ സാഹിത്യത്തിലേക്കുള്ള കാൽവെപ്പുകൾ, മലയാളത്തിലെ അച്ചടിച്ച് പുസ്തകങ്ങൾ പ്രചരിപ്പിച്ചത്, ഈ അച്ചടിച്ച പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി ജനങ്ങളെ സജ്ജരാക്കിയത്, ജാതിക്ക് അതീതമായി എല്ലാ ആളുകളെയും പുസ്തകങ്ങൾ വായിക്കാൻ പഠിപ്പിച്ചത്, ഇതൊക്കെ വൈദേശിക ചിന്തയുമായി വൈദേശിക ആഭിമുഖ്യമുള്ള ആളുകളുടെ വലിയ ഒരു നീണ്ട നിരയാണ്. നമ്മൾ 30 വർഷങ്ങൾ കടന്നുപോയി. അമേരിക്കയിൽ മലയാളി വന്നിട്ട് ഏതാണ്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം കേരള ലിറ്റററി സൊസൈറ്റി ഒരു സമ്മേളനം നടത്തി. അന്ന് ഇപ്പോൾ വന്നിട്ടുള്ള മലയാളികളുടെ കൂട്ടത്തിൽ ഒന്നാമനായിരിക്കുന്ന കാരണവരാണ് നമ്മുടെ എം.എസ്. നമ്പൂതിരി. 1962 ഡെസ്റ്റിനി എന്ന കപ്പലിൽ വന്ന എത്രയാണ് സാർ പറയും, 50 വർഷങ്ങൾ നമ്മൾ പിന്നിട്ടിരിക്കുകയാണ്. ഇവിടെ കേരള ലിറ്റററി സൊസൈറ്റി തുടങ്ങിയിട്ട് ഇപ്പോൾ 27 വർഷങ്ങൾ കഴിഞ്ഞു. ലാന തുടങ്ങിയിട്ട് ഇപ്പോൾ 22 വർഷങ്ങൾ കഴിഞ്ഞു. ലാന തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ മിക്ക കമ്മിറ്റികളിലും ഒരു അംഗമായിട്ട് ഞാൻ ഇത്രയും കാലം ലാന നടന്ന എല്ലാ സമ്മേളനങ്ങളും പോയി സംബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സുഹൃത്തുക്കളുള്ളത്. ഒരു 14 വർഷം സംഘടന സേവിച്ച് ഇറങ്ങി പ്രായപൂർത്തിയായി ഉള്ളവരാണ് ഇരിക്കുന്നവര്. ഒരു സ്ഥാനത്തിൽ നിന്ന് 2 പ്രാവശ്യത്തെ കാര്യം മത്സരിക്കുകയോ ഇതുവരെ ഒരു മത്സരമോ ബാല്യമോ ഇല്ലാതെ ഭരണസമിതി ഉണ്ടായിട്ടുള്ള ഏക സംഘടന എൻ്റെ അറിവിൽ കേരളത്തിന് വെളിയിൽ ഇല്ലാതെയാണ്. ഞാൻ ശ്രീ തെക്കേ മുറി മുമ്പേ പറഞ്ഞ കാര്യം, അടുത്ത എൻ്റെ പ്രസിഡൻസിയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുകയാണ്. ഞാൻ ഉറപ്പ് തരുന്നു, എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് പത്രപ്രവർത്തകരും സാഹിത്യകാരന്മാരും എഴുത്തുകാരും തമ്മിലൊരു ചർച്ച, ഒരു സെഷൻ ഉണ്ടാകും. കാരണം അത് വേണം എന്നാഗ്രഹിക്കുന്ന ആളാണ്. കാരണം പലപ്പോഴും പല കാര്യങ്ങളും ഒരുപോലെ ചിന്തിക്കാനും ഒരുപോലെ മറ്റുള്ളവരിലേക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് അറിയിക്കാനും നമുക്ക് രണ്ടു കൂട്ടർക്കും സാധിക്കും. കൂടുതൽ യങ് സാഹിത്യകാരന്മാരെ നമുക്ക് വേണം. ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു, തെക്കേ മുറി യൂണിവേഴ്സിറ്റി സാറുകളെല്ലാം ഗവൺമെൻറ് സാറ് വരുമ്പോൾ വളരെ ഇങ്ങനെ നടക്കാൻ പോലും വയ്യ. ഒരു കാലത്ത് ഇവരൊക്കെ വലിയ കൊമ്പനാനകളും സിംഹങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ കൂടുതൽ പുതിയ സിംഹങ്ങളൊക്കെ വരട്ടെ, തുറന്നെഴുതാൻ തെക്കേ മുറിയുടെ കൂട്ട് തുറന്നെഴുതുന്ന, ആരെയും പേടിക്കാതെ എഴുതുന്ന സാഹിത്യകാരന്മാരും എഴുത്തുകാരും നിങ്ങളുണ്ടാകട്ടെ, ജനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് കേരള പ്രവചനം ആചരിക്കുന്ന ഈ ദിവസം തന്നെ നിങ്ങളെ ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു. എല്ലാ ആശംസകളും ഇന്ത്യ പ്രസ് ക്ലബിലെ മുഴുവൻ പത്രപ്രവർത്തകരുടെയും മീഡിയ ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ എല്ലാ ആശംസകളും അതുകൊണ്ട് നിർത്തുന്നു. 2 സമ്മേളനങ്ങളിലും നമ്മുടെ ഡാളസിൽസും നമ്മൾ ശ്രദ്ധിച്ചത് ഇതിൻ്റെ സ്ഥാപകാംഗങ്ങളുടെ സജീവ പങ്കാളിത്തമായിരുന്നു. ജോൺ മാത്യു സാർ പറഞ്ഞതുപോലെ പണ്ടൊക്കെ ഫൊക്കാനയുടെ പിന്നാമ്പുറങ്ങളിൽ ദാസ്യവേല പോലെ നടന്നിരുന്ന കുറേ എഴുത്തുകാരുടെ അല്ലെങ്കിൽ മുൻഗണനാ പട്ടികയിൽ ഒരിക്കലും സ്ഥാനം കിട്ടാതിരുന്ന മലയാളി ഭാഷാപ്രേമികളുടെ അവസ്ഥയിൽ നിന്ന് മാറി ഇന്ന് അമേരിക്കയിലെ മലയാളി എഴുത്തുകാർക്ക് മാന്യമായ ഒരു സ്ഥാനം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാരണം ഈ സംഘടനയാണ്, ഈ സംഘടനയുടെ ആദ്യകാല പ്രവർത്തകരാണ്. അവരെ വളരെ ബഹുമാനത്തോടെ തന്നെ ഞാൻ ആദരവപൂർവ്വം അവരെ ബഹുമാനത്തോടെ തന്നെ അനുസ്മരിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയും. ഇന്ന് മലയാള നോവൽ സാഹിത്യ ശാഖയുടെ പ്രസക്തി എന്ന പേരിലാണ് ഈ പാനൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. മലയാള നോവൽ സാഹിത്യം പലതരത്തിലും പല തലങ്ങളിലുമുള്ള മാറ്റങ്ങളിലൂടെ കടന്നുപോയി ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന വിധത്തിൽ എത്തിയിട്ടുണ്ട്. അത് മിക്കവാറും തർജ്ജിമകളിലൂടെയൊക്കെയാണ്. കാരണം ഇംഗ്ലീഷ് പരിഭാഷയോട് വളരെയധികം പോപ്പുലറായിട്ട് ഉള്ള പല കൃതികളും വന്നിട്ടുണ്ട്. അതിൽ പുതിയ പ്രമേയങ്ങളുണ്ട്, പുതിയ ശൈലികളുണ്ട്, പുതിയ എഴുത്തുകാരൊക്കെ ധാരാളമായിട്ടുണ്ട്. പക്ഷേ ഒരു ഭാഗം ആൾക്കാർ പറയും നമ്മുടെ പൊതുവെ സാംസ്കാരിക തലത്തിൽ ചെറിയൊരു അപജയം സംഭവിച്ചിട്ടുണ്ട്, അത് നോവലിന്റെ കാര്യത്തിലും വന്നിട്ടുണ്ടെന്ന് പറയുന്നവരുണ്ട്.
എന്നാൽ അങ്ങനെയല്ല, നോവലുകളിൽ പുതിയ പുതിയ പ്രമേയങ്ങളും പുതിയ പുതിയ ആൾക്കാരും പുതിയ പുതിയ സങ്കേതങ്ങളും വന്ന് വളരെയധികം വിപുലമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുകയാണെന്ന് പറയുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ചെറിയൊരു കോൺട്രാഡിക്ഷന്റെ പ്രശ്നം നോവൽ സാഹിത്യത്തിലും മറ്റെല്ലാ ഭാഗങ്ങളിലും എന്ന പോലെയുണ്ട്. ഒരു സത്യസന്ധമായ സമീപനം നമ്മുടെ ആദ്യം അവനവനോട് വേണം. അതിന് വേണമെങ്കിൽ ഉത്തമ സാഹിത്യം. നോവലിൻ്റെ ചർച്ച ഇവിടെ വരുന്നുണ്ട്. നോവലിൻ്റെ സ്ഥാനം ചെറുകഥയ്ക്ക് കൈയടക്കാനാവില്ല. കാരണം ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൊണ്ട് മനുഷ്യൻ ഒരു ഉദാസീന രീതിയിലങ്ങ് പോവുക. പണ്ടത്തെ പരിശ്രമമൊന്നും ഇന്ന് വേണ്ടി വരുന്നില്ല. അത്രയ്ക്ക് ടെക്നോളജിയും സയൻസും ഒക്കെ പുരോഗമിച്ചു കഴിഞ്ഞു. നാഷണൽ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ ജോൺ മാത്യു സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി ഷിക്കാഗോയിൽ ചിത്രീകരിക്കുന്ന സേവ്ഡ് എന്ന ഹ്രസ്വ ചിത്രത്തിന്റെ നിർമ്മാതാവ്, സംവിധായകൻ തുടങ്ങിയവരുമായി ഷിക്കാഗോ കൈരളി TV അവതാരിക സിമി ജസ്റ്റോ നടത്തിയ അഭിമുഖം കാണുക. ഈ ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംവിധാനം എന്നിവ ഡോക്ടർ ജയരാജ് ആലപ്പാട്ടാണ് നിർവഹിച്ചിരിക്കുന്നത്. നിർമ്മാണം ഡോക്ടർ ബിന്ദു ജയരാജ്, JB പാറയ്ക്കലും. മുഖ്യ കഥാപാത്രങ്ങളായി പ്രൊഫസർ നെയ്തൻ പെക്കും ഒളിവിയ കപ്പും അഭിനയിക്കുന്നു. ഡോക്ടർ സിമി ജസ്റ്റോ തുടങ്ങി നിരവധി കലാകാരന്മാരും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. 6 മാസക്കാലമായിട്ട് സേവ്ഡ് എന്ന ഹ്രസ്വചിത്രം ഷിക്കാഗോയിൽ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലാണ് ഇപ്പോൾ. സേവ്ഡിന്റെ ടീസർ റിലീസ് ലൊക്കേഷനിലാണ് ഇന്ന് ഞാനുള്ളത്. സേവ്ഡിന്റെ ടീം അംഗങ്ങളിലെ കുറച്ച് പേരൊക്കെ എന്നോടൊപ്പം ഇന്ന് ഇവിടെ ഒരു ബ്രീഫ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുണ്ട്. സേവ്ഡ് എന്ന മൂവിയുടെ ഡയറക്ടറാണ് ഡോക്ടർ ജയരാജ് ആലപ്പാട്ട്. കോ പ്രൊഡ്യൂസേഴ്സ് JB പാറയ്ക്കൽ, പിന്നെ ജയരാജിന്റെ വൈഫ് ബിന്ദു ആലപ്പാട്ട് is here with me. Then one of the main actor, Nathan Peck, and executive producer is Nibu Nicholas. പിന്നെ കുറച്ച് പേര്, ഒരു ലിസ്റ്റ്, ഒരു വലിയൊരു ടീം തന്നെയാണ് സേവ്ഡിന്റെ. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഒരു ചെറിയൊരു മെസ്സേജ് ഉണ്ടാവില്ലേ എല്ലാ മൂവിക്കും. സേവ്ഡിന്റെ മെസ്സേജ് എന്താണ്? So there are 3 things I want the audience, the people who are watching this movie to understand and realize and adopt to their life. Number 1, as human beings, we are all exposed to the same level of things. Number 1, when we have all these opportunities and options in our life, the first thing we have to understand in our life is how we differentiate the good, the bad, the ugly in our life. Now, we may be able to do that. The next question is, are we able to follow the path of the good? So, ability to differentiate, ability to stay in that differentiated good path. Now, ഞങ്ങൾ ഇപ്പോൾ ഈ മൂവിയിൽ കാണിക്കുന്നത് പോലെ, there is a main character. He saw the good path, but he was not able to stay in that good path for a long time. അവിടെയാണ് നമുക്ക് വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈഫ് ക്വാളിറ്റി, resilience. This movie is all about resilience. So when I say resilience comes and the third part of this evolution of human character. But now the last one, which is a addition to this 3 points, is you can stay in a path with resilience with any emotions. But I want all the people to understand the best way, the best emotion you can have in that path is compassion. So സേവ്ഡിന്റെ മെയിൻ ആക്ടറാണ് നമ്മുടെ കൂടെ ഇരിക്കുന്ന നേതൻ പാക്ക്. ആള് ഒരു ചില്ലറക്കാരനല്ല. ഹീസ് എ പ്രൊഫസർ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഓഫ് ദ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് അറ്റ് സെന്റ് സേവിയേഴ്സ് യൂണിവേഴ്സിറ്റി ഇൻ ഷിക്കാഗോ. അപ്പം നേതനോട് ഞാൻ മലയാളത്തിൽ ചോദിക്കാൻ പോവാണ്. ഞാൻ ആൻസർ എങ്ങനെ പറയുന്നു നോക്കട്ടെ. സോ എങ്ങനെ ഉണ്ടായിരുന്നു സേവ്ഡിലെ മൂവിയിലെ എക്സ്പീരിയൻസ്? It's been tons of fun, mostly because I've needed to get from behind the camera to in front of the camera. I make a bunch of video art, I make a bunch of weird films and stuff like that, but I don't spend enough time in front of the camera, and I enjoy it a lot. I used to do a lot of stage acting. I really enjoy acting a lot, and it's just been one of those things where, because I'm teaching how to use cameras, how to do that, and we're not an acting department, we're an art department, so we're really teaching the tools. So it's really fun to be in front of the camera again. That's the first thing.
But second of all, I mean, it was a really hot summer, and just to have a couple of opportunities to sort of spend an entire day like knee deep in a river, you know, like that was a lot of fun, you know, in sackcloth and 3 hours worth of makeup. It's like, it's more than anything else, like I live my life to have experiences, and this was an experience. I mean, it was just unexpected. The funnest day, I think that we got to spend a little bit of time up on a roof, you know, wearing, you know, nothing but That's a hospital gown. a hospital gown. And I did have trousers on, which was nice because y'all didn't have to see too much of me. But it was a lot of fun, mostly because again, like I can only script so many things in my life that I could really say this is going to happen, this is going to happen, this is going to happen. Sometimes it's fun to put somebody else in charge, and Jay's been a lot of fun, just throwing me into strange situations, you know. So. And you are an amazing actor. I've seen it, and I actually I don't know how to thank you, and because you've been very dedicated to this movie. Right. Another question is any unforgettable experience you had from the acting Lots of them. experience? Well, several of them, but I mean, the thing that if I were to take, like 10 years from now, if I were to think back on this experience, like the biggest thing that I would remember and that I would really enjoy the most was the people that I met through this that I wouldn't have met under any other circumstances. Like this is like 90% of why you join any club, why you take on any project, why you suddenly like volunteer for anything is because of the interpersonal opportunities to meet people and to sort of like hang out with like this dude. I mean, like, like I can't think of another situation where we would have hung out like on a roof otherwise, you know what I mean? Like each of these things is an opportunity to have an experience. And there was a diverse atmosphere in this movie. Yeah, you know, and it's like each of these things are like they're memories that are planted, and that like the best thing about a movie is that every time you watch the movie, those memories are refreshed. And so for people watching this movie, the first time that they watch it, they'll be experiencing it for the first time. We were there once before, right? The poor editors have to look at it hundreds of times. I should say he was one of the most cheerful, you know, members in the team, right? Even after a long day of shooting, Nathan is still smiling at the end. Yes, and making funny faces. Right. I love it. Well, especially because I knew that there would be some really good food at the end. It's like that. ഞാനും ഈ സേവ്ഡിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ നിബു എല്ലാ ഷൂട്ടിങ്ങിനും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിബു, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? ഇത് നേരത്തെ പ്രൊഡ്യൂസർ ബിന്ദു പറഞ്ഞ പോലെ ജയരാജന്റെ മനസ്സിലുള്ള ഒരു സംഭവത്തിന് ഞങ്ങൾ ഈ ഒരു സിനിമ പ്രോഡക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് കുറെ നാളായിട്ട് ജയരാജനെ എപ്പോൾ കണ്ടാലും he always comes up with this ideas and we discuss it. ഞാൻ ജയരാജും സീറോ മലബാർ പള്ളിയുടെ ഭാഗമായിട്ട് കുറച്ച് കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ whenever we meet, ജയരാജൻ എപ്പോഴും ഇങ്ങനെയുള്ള പുതിയ സിനിമ പിടിക്കുന്ന ഒരു കാര്യം പുള്ളി എപ്പോഴും പറയാറുണ്ട്. So I wanted to support him as much as possible, right? Whenever I can. So, and we are great friends. So സിനിമയുടെ പറ്റുന്ന എല്ലാ ഷൂട്ടിങ്ങിലും പോയാലും അവിടെ മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കാനും to make sure all the materials are available, right? The cast and crew are available. അതായിരുന്നു my major responsibility, right? എല്ലാവരും സമയത്തിന് വരുന്നുണ്ടോ, അന്ന് ആ ദിവസത്തെ ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണോ, റൈറ്റ്? ഇതൊക്കെയായിരുന്നു my responsibility from start to finish. Make sure നമ്മൾ അന്ന് പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ, ആർ വി ഡൂയിങ് ഇറ്റ് ഓൺ സ്കെഡ്യൂൾ, മേക്ക് ഷുവർ എവരി വൺ ഇസ് കംഫർട്ടബിൾ, റൈറ്റ്? ആ ഒരു ഏരിയ ആയിരുന്നു എൻ്റെ ഫോക്കസ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വാസ് അഗൈൻ എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഐ എം ഷുവർ നമ്മൾ കുറേ പേരുടെ കഷ്ടപ്പാടുകൾ ഇതിനകത്ത് പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ കുറേ സമയം ഫാമിലിയിൽ നിന്ന് വിട്ടു നിന്ന് ഞങ്ങൾ കുറേ സമയം അത് ചെലവഴിച്ചിട്ടുണ്ട്. ആൻഡ് ഞങ്ങൾ വളരെ പ്രതീക്ഷയിലാണ് the final product will come out really good. സേവ്ഡ് എന്നൊരു മൂവിയെ കുറിച്ച് ഒന്ന് ബ്രീഫ് ചെയ്യും. സേവ്, ഞാൻ കുറേ കാലങ്ങളായിട്ട് ഐ ഇൻട്രാക്ട് വിത്ത് പീപ്പിൾ എ ലോട്ട്. നമ്മൾ മനുഷ്യരോട് സംസാരിക്കുമ്പോഴാണ് അവരുടെ മനസ്സിൽ കിടക്കുന്ന അഗാധമായ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഈ രാജ്യത്തെക്കുറിച്ചും ഈ രാജ്യത്തിലെ ആൾക്കാരെക്കുറിച്ചും ലോകത്തുമെമ്പാടുമുള്ള ആൾക്കാരെക്കുറിച്ചും മനസ്സിലായിട്ടുള്ളത്, we are passing through a lot of different or difficult situations. Most of the people we do not know. On the outside, on the surface, they all look happy and they're very normal. But deep inside, there are a lot of things. So when I talk to them
through my experience in yoga, meditation and mindfulness, I understand what are the difficult situations they are going through this different levels of their traumatic experiences. Now at the same time, there are totally different things we can use to save these people, serve the people. It is there. And I am blessed to have an experience or exposure to those kind of things. So what I'm trying to do this is, okay, take those information from there, put it in a way, such a way so that people can understand and appreciate and can use as a paddles to navigate through this perilous world. So what I'm doing is just giving an exposure to the science of wisdom in such a way people can really understand. So that is what the whole movie is about. So the movie happens in two timelines. One is the epic time, the ancient time, the wisdom time. The other one is the current, contemporary time. So what I'm trying to do is, what are the information we have in the epic time? Can we put it in such a way, in a more conceivable way to the people who can understand in the current contemporary time? That is the movie about. Thank you so much, Dr. Bindu. എങ്ങനെയുണ്ടായിരുന്നു ഒരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് സേവിന്റെ കൂടെ വർക്ക് ചെയ്തത്? സോ ഇത് ഈ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മൂവി ഡിറക്ഷൻ എന്ന് പറയുന്നത് ടോട്ടലി ഒരു ന്യൂ വെഞ്ചർ ആയിരുന്നു. ജയമോൻ തുടങ്ങുന്നത് ബാക്കി എല്ലാവരും തന്നെ ടോട്ടലി ന്യൂ ആയിരുന്നു. ഐ വാസ് നോട്ട് ഷുവർ എക്സാക്ട്ലി എങ്ങനെയത് പോകുന്നതെന്നോ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായില്ല. പക്ഷേ ആസ് വി പുട്ട് ദ ടീം ടുഗദർ, എവ്രിബഡി വാസ് പാഷനേറ്റ്. ദാറ്റ്സ് വാട്ട് വൺ തിങ് ഐ റിയലൈസ്ഡ്. Everyone who was in this team is passionate about it, and they were committed, and they did അവരെ കൊണ്ട് കഴിയുന്ന സമയങ്ങൾ മുഴുവൻ ഇതിലേക്ക് കമ്മിറ്റ് ചെയ്തു. I should say I was very proud of that team actually. Yeah. That's correct. So ഈ മൂവിയുടെ ഡിറക്ഷൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞങ്ങളുടെ വീടിൻ്റെ the whole situation changed. കിച്ചണിൽ വന്നാൽ ഇപ്പോൾ കിച്ചൺ ഐലൻഡ് full of papers and what do you call it, drawings and adana full ഞങ്ങളുടെ ഡൈനിങ് ടേബിള്, ഡൈനറ്റ്, കിച്ചൺ ഇതെല്ലാം കംപ്ലീറ്റ്ലി മൂവി ബേസ്ഡ് ആണ് ഇപ്പോൾ. സോ കുക്കിംഗ് ഒക്കെ കുറഞ്ഞു, അങ്ങനെയൊക്കെ കുറച്ച് ലൈഫിൽ കുറച്ച് ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഐ വാസ് ഏബിൾ ടു സീ ഹൗ പാഷനേറ്റ് ഹി ഈസ്, and I strongly supported him for that, and I know this is something he always wanted to do. For the last, everybody says that there is a strong woman in the back of every man, right? That's what you have proven. Interview ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഡോക്ടർ ജയരാജ്, എന്താണ് പ്രേക്ഷകരോട് ഡോക്ടർ ജയരാജിന് പറയാനുള്ളത്? ഈ സേവ്ഡ് എന്ന മൂവിയുടെ ഒരു 90% ഷൂട്ടിംഗ് ഇപ്പോൾ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ടീസർ റിലീസ് ചെയ്തു. ഒരു 10-15% കൂടെ ഷൂട്ടിംഗ് ഫിനിഷ് ചെയ്യാനുണ്ട്. അത് നവംബറിലൂടെ ഞങ്ങൾ തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാം കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് പ്രൊഡക്ഷനും എല്ലാം കഴിഞ്ഞ് ജനുവരി 2020 കൂടി ഇത് പ്രേക്ഷകരിൽ എത്തിക്കാമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. We are very sure that there is something for each and every one of you to connect with, and I hope you will see it, you will enjoy, and you will let us know your comments. അത് നിങ്ങൾ കാണാനും നിങ്ങളിൽ നിന്നുള്ള കമൻസ് കേൾക്കുവാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നന്ദി, നമസ്കാരം. USA വീക്ക്ലി ന്യൂസ് പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.